വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നലെ കണ്ട ഒരു വീഡിയോ, അതായത് ഉപ്പുമുളകും ലൊക്കേഷനിൽ വന്ന ഒരു അടിപൊളി വീഡിയോയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഉപ്പുമുളകിൻ്റെ ബിഹൈൻഡ് ദ സീൻസോ ലൊക്കേഷൻ വീഡിയോസോ അങ്ങനെ അധികം തന്നെ ഒന്നും പുറത്ത് വിടാറില്ല. രാംകുമാർ, അതായത് രാജേഷ് ഹെബ്ബാർ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കുറച്ച് വീഡിയോസൊക്കെ വിട്ടിട്ടുണ്ടെങ്കിലും അതും കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പരെന്നെ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അതിന് അത്രത്തോളം പ്രൈവറ്റായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഷൂട്ടിംഗ് തന്നെയാണ് ഉപ്പുമുളകിൻ്റേത്. അവിടെ നിന്ന് എന്തെങ്കിലും ചെറിയൊരു വീഡിയോ വന്നാൽ തന്നെ ഫാൻസിന് അതൊരു ആഘോഷമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ ബിനോജ് കുളത്തൂർ, അതായത് ഉപ്പുമുളകിലെ സുരേന്ദ്രൻ ചിറ്റപ്പനായിട്ട് വരുന്ന ആ ഒരു ക്യാരക്ടർ തൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലൂടെ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് സുരേന്ദ്രനും പാറുക്കുട്ടിയുമായിട്ടുള്ള ചെറിയൊരു ക്യൂട്ട് വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഓൺ സ്ക്രീൻ കെമിസ്ട്രിയേക്കാളും ഒരു ഓഫ് സ്ക്രീനിൽ അവരെങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു അത്. എന്താണ് ആ വീഡിയോയിൽ കാണിക്കുന്നത് വെച്ചാൽ, തുടക്കത്തിൽ തന്നെ സുരേന്ദ്രൻ ആ ഒരു ഉപ്പുമുളക് വീട്ടിലെ ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ടിരിക്കും. എന്നിട്ട് പാറുക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. പാറുക്കുട്ടിയെ വിളിച്ചിട്ട് പാറുക്കുട്ടി വരുന്നുണ്ട്. പാറുക്കുട്ടി മടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, പഴയതുപോലെ ചിറ്റപ്പിനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ലല്ലോ, വന്നാൽ ഒരു മൈൻഡും ഇല്ലല്ലോ, എന്ത് പറ്റി എന്ന രീതിക്ക് പാറുക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാറുക്കുട്ടി സുരേന്ദ്രൻ്റെ അടുത്ത് വരുന്നുണ്ട്, പഴയതുപോലെ എൻ്റെ അടുത്ത് സ്നേഹമൊന്നുമില്ലല്ലോ എന്ന രീതിക്ക് ഇങ്ങനെ സുരേന്ദ്രനോട് ചോദിക്കുന്നത്. അപ്പോൾ സുരേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന രീതിക്കൊക്കെ സുരേന്ദ്രൻ ചോദിക്കുമ്പോൾ, വരുമ്പോൾ എനിക്ക് ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നില്ലല്ലോ എന്ന രീതിക്ക് സുരേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ അതാണോ എന്ന രീതിക്ക് സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ക്യൂട്ട് കോൺവെർസേഷനാണ് ആ ഒരു സീനിൽ കാണിക്കുന്നത്. ഏത് ഐസ്ക്രീമാണ് വേണ്ടതെന്നൊക്കെ സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. സ്ട്രോബെറിയാണ് വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ ആ കോൺവെർസേഷൻ അവിടെ നിന്ന്. അതിൻ്റെ അടുത്ത സീനിൽ സുരേന്ദ്രൻ വീടിന് പുറത്തു കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ പാറുക്കുട്ടി ബാക്കിൽ നിന്ന് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ഐസ്ക്രീം എനിക്ക് മാത്രം വാങ്ങിച്ചാൽ മതി എന്ന രീതിക്ക് പാറുക്കുട്ടി പറയുന്നുണ്ട്. സുരേന്ദ്രൻ അതെന്ത് പറ്റി, അവർക്കൊന്നും വാങ്ങിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പാറുക്കുട്ടി ഭയങ്കര ക്യൂട്ടായിട്ട് പറയുന്നുണ്ട്, അവർക്ക് വലുതായില്ലേ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ ചെറിയ കുട്ടി, എനിക്ക് മാത്രം വാങ്ങിച്ചാൽ മതി എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ ശരി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കട്ട് കാണിക്കുന്നത് സുരേന്ദ്രൻ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാറുക്കുട്ടി അവിടേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ഇതുവരെ കടയിൽ പോയില്ലേ എന്ന രീതിക്ക് സുരേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ തിരിച്ചു പറയുന്നുണ്ട്, പോവാം, ഇത് കഴിഞ്ഞിട്ട് പോവാം, ഇവിടെ സീനില്ലേ, സീന് കഴിഞ്ഞിട്ട് പോവാം എന്ന രീതിക്ക് സുരേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ പാറുക്കുട്ടി ഭയങ്കര അടിപൊളിയായിട്ട് പറയുന്നുണ്ട്, സീനൊക്കെ പിന്നെ എടുക്കാം, നമുക്ക് ആദ്യം പോയി ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പോവാം എന്ന രീതിക്ക് പാറുക്കുട്ടി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുരേന്ദ്രൻ ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ സുരേന്ദ്രൻ ഐസ്ക്രീം വാങ്ങിയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പാറുക്കുട്ടി അടുത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഫ്ലേവറും എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് പാറുക്കുട്ടിയുടെ അടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാറുക്കുട്ടി സുരേന്ദ്രനെയും വിളിച്ചിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു ഫ്രണ്ടിലത്തെ ബെഞ്ചിൽ ഇരുന്നിട്ട് ഐസ്ക്രീം കഴിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന രീതിക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്യൂട്ട് വീഡിയോ തന്നെയാണ് ഇപ്പോൾ സുരേന്ദ്രൻ പുറത്തു വിട്ടിരിക്കുന്നത് തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ. ഏതായാലും ഓഫ് സ്ക്രീനിലും ഇവരുടെ കെമിസ്ട്രി അടിപൊളിയാണ്, ഇവരുടെ റാമ്പൊക്കെ അടിപൊളിയാണെന്നുള്ളത് തെളിയിക്കുന്ന വീഡിയോകളാണിതെല്ലാം. നമുക്കറിയാം, ഉപ്പുമുളകിൻ്റെ ബിഹൈൻഡ് ദ സീൻസോ ഇതുപോലത്തെ ലൊക്കേഷൻ വീഡിയോസോ ഒന്നും തന്നെ അധികം പുറത്ത് വരാറില്ല. ഒരു ഇൻ്റർവ്യൂവിലടക്കം ബാലു നീലുമടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപ്പുമുളകും എപ്പിസോഡിനേക്കാളും അവിടെ അടിപൊളിയായിരിക്കുന്നത് ആ ഒരു ബ്ലോപ്പേഴ്സും ബിഹൈൻഡ് ദ സീൻസൊക്കെയാണ്, അതിനേക്കാളും തമാശയായിരിക്കും ക്യാമറൻ്റെ പിന്നാൻ പുറത്ത് എന്ന രീതിക്ക് ബാലു നീലുമടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമുളകും ടീമും ഫ്ലവേഴ്സൊക്കെ ആ ഒരു ബിഹൈൻഡ് ദ സീൻസും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആക്കി ഫ്ലവേഴ്സ് ചാനലിൽ തന്നെ വിട്ടാൽ അത് അടിപൊളിയായിരിക്കും, അത് കാണാനും ഫാൻസാരും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അതിന് തെളിവായിട്ടാണ് ഈ ചെറിയ ചെറിയ വീഡിയോ കിട്ടുന്ന സ്വീകാര്യതയില്ല. ഫ്ലവേഴ്സ് അത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ചക്കപ്പഴത്തിൻ്റെ ഒരു സെറ്റിൽ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ബിഹൈൻഡ് ദ സീൻസും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ഉപ്പുമുളകിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ചാനലിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഉപ്പുമുളകിൻ്റെയും വീഡിയോസൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് പാറുക്കുട്ടിൻ്റെയും സുരേന്ദ്രൻ്റെയും ഒരു ക്യൂട്ട് ബോണ്ടിങ് വീഡിയോ തന്നെയാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ട വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.